അങ്ങനെ ഒരു മനസ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയില്ല പോലെ, എനിക്കറിയില്ല. ദൈവത്തിന് മാത്രമേ അറിയാം. ദൈവത്തിനും അവന് മാത്രമേ അറിയൂ. എന്റെ മോനും ദൈവത്തിന് മാത്രമേ അറിയാം. എനിക്ക് അങ്ങനെ കൊലയാളിയായ സ്വന്തം മകനെ ന്യായീകരിച്ചുകൊണ്ട് അസ്കറിന്റെ ഉമ്മ രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ന്യായീകരണം എന്നൊക്കെ പറയുമ്പോ എജ്ജാതി ന്യായീകരണം ഇഷ്ടം. ന്യായീകരണത്തിന് ഒരു പരിധിയില്ലേ. ഒരിക്കലും ഒരു തരത്തിലും ന്യായീകരണം അർഹിക്കാത്ത ഒരു പ്രവൃത്തിയാണ് ഈ അസ്കർ എന്ന് പറയുന്നവൻ ചെയ്തത്. എട്ടും പൊട്ടും തീരാത്ത ഒരു പിഞ്ചു കുഞ്ഞിനെ ഈ ലോകത്ത് നിന്നും ഇല്ലാതാക്കിയ ഒരു കൊടും ക്രിമിനലാണ് ഇവൻ. അങ്ങനെയുള്ളവനെ ന്യായീകരിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ നീച പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയും കൊണ്ടാണ് ഇപ്പൊ അസ്കറിന്റെ ഉമ്മ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഒരു വർഷം മുമ്പേ ഈ അഫാൻ എന്ന് പറയുന്ന ഒരുത്തൻ ഉണ്ടായിരുന്നല്ലോ. ഒരു കുടുംബത്തിൽ തന്നെ രണ്ടുപേരെയും സ്വന്തം കാമുകയും ഇല്ലാതാക്കിയവൻ. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അത്ര പെട്ടെന്നൊന്നും മലയാളികൾ അഫാനെ മറന്നു കളയാൻ സാധ്യതയില്ല. അന്ന് അഫാൻ തന്റെ കുടുംബത്തിൽ ആകെ ബാക്കി വെച്ചത് സ്വന്തം ഉമ്മാനെ മാത്രമാണ്. അങ്ങനെല്ലാം കെട്ടടങ്ങിയതിനു ശേഷം അഫാന്റെ ഉമ്മ അഫാനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അത് ഓർക്കുന്നുണ്ടാകും. അതേപോലെയാണ് ഇപ്പൊ അസ്കറിന്റെ ഉമ്മയും രംഗത്ത് വന്നിരിക്കുന്നത്. ഉമ്മമാരാകുമ്പോ മക്കളെ ന്യായീകരിക്കും, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ എന്തിനും ഏതിനുമുള്ള ഈ ന്യായീകരണം ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കാനാവില്ല. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അത് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് അസ്കറിന്റെ ഉമ്മന്റെ ന്യായീകരണത്തിലേക്ക് തിരിച്ചു വരാം. അത് മറ്റൊന്നുമല്ല, ഇപ്പൊ നിലവിൽ അറിയാലോ, ഈ പറയുന്ന അസ്കറിന്റെ രണ്ടാം ഭാര്യയാണ് അഖില. അഖിലയെ സംബന്ധിച്ചിടത്തോളം മുമ്പ് ഒരു വിവാഹം കഴിഞ്ഞതാണ്. അഖിലയുടെ ഭർത്താവ് മരണപ്പെട്ടതാണ്. അതിലുണ്ടായ അർച്ചിത് എന്ന് പറയുന്ന കുഞ്ഞു മോനാണ് അസ്കർ എന്ന് പറയുന്നവൻ ഈ ലോകത്തൊന്നും ഇല്ലാതാക്കിയത്. അതിപ്പോ ഞാനായിട്ട് ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എനിവേ, ഈ പറയുന്ന അസ്കറിന്റെയും അഖിലയുടെയും വിവാഹം കഴിഞ്ഞതിന് ശേഷം ഈ അഖില ചെയ്ത പരിപാടി എന്തായിരുന്നു? കുഞ്ഞിനെ നേരെ അഖിലയുടെ അമ്മയെ, അതായത് ഈ കുഞ്ഞിന്റെ അമ്മാമ്മയെ ഏൽപ്പിച്ച് അങ്ങനെ പോക്ക് പോയി. അതിനുശേഷം കുഞ്ഞിനെ അഖില തിരിഞ്ഞു നോക്കിയിട്ടില്ല. കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയിരുന്നത് ഈ കുഞ്ഞിന്റെ അമ്മാമ്മയായിരുന്നു. കുറെ മാസങ്ങളോളം ഈ കുഞ്ഞിനെ അമ്മാമ്മ നോക്കി എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കാൻ ഒരു ഘട്ടം വന്നപ്പോൾ ഈ അമ്മാമ്മയുടെ റിക്വസ്റ്റ് പ്രകാരം അഖിലെ കുഞ്ഞിന്റെ അടുത്തേക്ക് വരികയും കുഞ്ഞിനെ അമ്മാമ്മയുടെ അടുത്തു നിന്നും എടുത്ത് അസ്കറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയത്. പിന്നെ ഈ അമ്മാമ്മ കേൾക്കുന്നത് കുഞ്ഞു മരിച്ചു എന്നുള്ള വാർത്തയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ അമ്മാമ്മയുടെ ഒരു ഫുൾ ഇന്റർവ്യൂ റിയാക്ഷൻ വീഡിയോ നമ്മൾ ഇന്നലെ രാത്രി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പലരും അത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എനിവേ, ഇപ്പൊ നിലയിൽ അഖിലയുടെ ഒരു ബന്ധു ഈ അമ്മാമ്മയ്ക്കെതിരെ സംസാരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതിപ്പോ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ആവുന്നുണ്ട്. നമ്മൾ എന്തായാലും അവര് പറഞ്ഞ കാര്യങ്ങളൊന്ന് കേട്ടോ. അവളെ ഇഷ്ടത്തിന് അവന്റെ കൂടെ ഇറങ്ങി പോയിച്ചെന്ന് പോട്ടെ, നീ എങ്കിലും എടുത്താ കുഞ്ഞിനെ വളർത്താം. അപ്പൊ അവള് റീന പറഞ്ഞു 25,000 രൂപ എനിക്ക് മാസം തരുമെങ്കിൽ ഞാൻ കുഞ്ഞിനെ നോക്കി ഇവിടെ ഇരിക്കാന്നാണ് റീന പറഞ്ഞ. ഇത് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ സർക്കുലേറ്റ് ആവുന്നുണ്ട്. ഈ റീന എന്ന് പറയുന്നത് അഖിലയുടെ അമ്മയാണ് കേട്ടോ. അപ്പൊ അഖിലയുടെ അമ്മയായിട്ടുള്ള റീന പറഞ്ഞ എന്താണ്? 25,000 രൂപ തന്ന് ഞാൻ കുഞ്ഞിനെ നോക്കാം, ഇല്ലെങ്കിൽ ഞാൻ കുഞ്ഞിനെ നോക്കിയില്ല എന്ന് അഖിലയോട് പറഞ്ഞു പോലും. ഇതും പറഞ്ഞ് പലരും ഭയങ്കരമായിട്ട് അഖിലയുടെ അമ്മയായിട്ടുള്ള റീനക്കെതിരെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ കാണുന്ന സമയത്ത് ഇതിനെ കുറിച്ച് രണ്ട് വർത്താനം പറയണമെന്ന് തോന്നി. ഇങ്ങനെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നത്? അസ്കറുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം അഖില ഈ അർച്ചിത് എന്ന് പറയുന്ന പിഞ്ചു മോനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ കുഞ്ഞിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തത് ഈ അമ്മമായിട്ടുള്ള റീനയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വയസ്സായിട്ടുള്ള ഒരു അമ്മയുണ്ട്. ആ അമ്മയെ നോക്കണം, അതിന്റെ കൂട്ടത്തിൽ കുഞ്ഞിനെയും നോക്കണം. അതുകൂടാതെ അവരെവിടെ പണിക്കും പോകുന്നുണ്ട്. ഇതെല്ലാം കൂടി അവർ ഒരുമിച്ച് കുറെ കാലം കൊണ്ടുപോയി. പിന്നെ ഒരു സമയം എത്തിയപ്പോൾ അവർക്ക് എല്ലാം കൂടി അങ്ങ് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു. അമ്മയെ നോക്കണം, കുഞ്ഞിനെയും നോക്കണം, പണിക്കും പോകണം, അവർക്കും വയസ്സായി വരികയാണ്. ഇതെല്ലാം കൂടി ആയപ്പോൾ അവർ അഖിലെ ഫോൺ വിളിച്ച് പറഞ്ഞു കുഞ്ഞിനെ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയിക്കോ എന്നുള്ളത്. ഇനി അതിന് പറ്റുന്നില്ലെങ്കിൽ 25,000 രൂപ അങ്ങോട്ട് മാസം അയച്ചു താ, ഞാൻ കുഞ്ഞിന്റെ കാര്യങ്ങളും അമ്മയുടെ കാര്യങ്ങളും നോക്കിക്കോളാം. ഇങ്ങനെ ഇവർ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ അതിന്റേതായ ചെലവുകൾ ഉണ്ടാകും അല്ലെ? കുഞ്ഞിനെ വളർത്തിയവർക്ക് അതറിയാം. ആ ചെലവ് അമ്മയിൽ നിന്നും അവർ ആവശ്യപ്പെട്ടതിൽ എന്താണ് തെറ്റ്? എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായിട്ട് ഓരോന്നും പറഞ്ഞുണ്ടാക്കുന്നത്? ഒന്നും വേണ്ട. എന്റെ വീഡിയോ കാണുന്നവരിൽ എത്രയോ പേര് സ്വന്തം മക്കളെ ഗ്രാൻഡ് പാരന്റ്സിനെ ഏൽപ്പിച്ച് അന്യനാട്ടിലൊക്കെ ജോലിക്ക് പോകുന്നവരുണ്ടാകും അല്ലെ? ആ നിങ്ങളൊക്കെ കുഞ്ഞിനെ ഗ്രാൻഡ് പാരന്റ്സിനെ ഏൽപ്പിച്ചിട്ട് കുഞ്ഞിനെ തിരിഞ്ഞു നോക്കാതെ ഇരിക്കലാണ് ചെയ്യാറുള്ളത്. ആ കുഞ്ഞുങ്ങളുടെ ഒക്കെ ചെലവ് നിങ്ങളെ ഗ്രാൻഡ് പാരന്റ്സ് ഒറ്റക്കാണ് നോക്കാറുള്ളത് അല്ലല്ലോ? മാസം കുഞ്ഞിനെ നോക്കാൻ വേണ്ടി നിങ്ങൾ ഒരു തുക ഗ്രാൻഡ് പാരന്റ്സിന് അയച്ചു കൊടുക്കാറില്ലേ? അത്തരത്തിലൊരു തുക മാത്രമേ റീന എന്ന് പറയുന്ന സ്ത്രീ സ്വന്തം മകളോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അതിനെന്തിനാണ് വളച്ചൊടിച്ച് മറ്റൊരു തരത്തിലേക്കൊക്കെ ആക്കി വെച്ച് ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നത്? എനിക്ക് എത്ര ആലോചിച്ചത് മനസ്സിലാവുന്നില്ല. ചുമ്മാ ഒന്നും അറിയാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാൻ നിൽക്കല്ലേ. നമ്മുടെ വീട്ടിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ 2 മാസം വളർത്തി അത് ചത്തുപോയാൽ പോലും നമുക്ക് ഒടുക്കത്തെ സങ്കടമായിരിക്കും അല്ലെ? 2 ദിവസം നമുക്ക് ഫുഡ് കഴിച്ചാൽ പോലും ഇറങ്ങത്തില്ല. അങ്ങനെയുള്ള ഈ ലോകത്ത് ഒരുപാട് മാസം നോക്കി വളർത്തിയ സ്വന്തം പേരക്കുഞ്ഞിനെ നഷ്ടപ്പെടുമ്പോൾ ആ അമ്മാവന്റെ മാനസികാവസ്ഥകളൊന്നും ആലോചിച്ചു നോക്കി. എന്തോരം ആ മനസ്സ് വിഷമിച്ച് കാണും. ആ അമ്മാവ് ഇപ്പോഴും പശ്ചാത്താപം കൊണ്ട് ഉരുകി ജീവിക്കുകയാണ്. എന്താണ് അവരുടെ പശ്ചാത്താപം? കുഞ്ഞിനെ അകലേക്ക് വിട്ടുകൊടുത്തു എന്നുള്ളത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവർ ഒരിക്കലും കുഞ്ഞിനെ അകലേക്ക് വിട്ടുകൊടുക്കില്ലായിരുന്നു. കടം വാങ്ങിച്ചിട്ടാണെങ്കിലും അവർ പേരക്കുഞ്ഞിനെ പൊന്നുപോലെ നോക്കിയേനെ. ഒന്നും വേണ്ട, ഈ കുഞ്ഞിനെ അഖിലക്കും അസ്കറിനും വിട്ടുകൊടുത്തതിന് ശേഷം ഒരു സമയത്ത് ഈ അസ്കർ എന്ന് പറഞ്ഞവൻ ഈ കുഞ്ഞിനെ 2 കൈയും തല്ലുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അതറിഞ്ഞ ഈ അമ്മ ആദ്യം ചെയ്ത പരിപാടി എന്താണ്? പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു. പക്ഷെ പോലീസുകാർ തിരിഞ്ഞു നോക്കിയില്ല. അതിന്റെ പരിണിത ഫലമാണ് നമ്മളിപ്പോ കണ്ടത്. എന്നിട്ടും അവർ വിടാതെ കുഞ്ഞിനെ നീതിക്ക് വേണ്ടി പലയിടത്തും അലഞ്ഞു. ചൈൽഡ് ലൈനിൽ പോയി ഒരു പരാതി കൊടുത്തു, അവരും മൈൻഡ് ചെയ്തില്ല. അങ്ങനെ
ഇതിനൊക്കെ ആ കുഞ്ഞിന് വേണ്ടി അമ്മാമ്മ ചെയ്തിട്ടുണ്ട്. സ്വന്തം പേരക്കുട്ടിക്ക് വേണ്ടി ഒരു ഗ്രാൻഡ് പാരന്റ്സ് എന്തൊക്കെ ചെയ്യാമോ അതിനപ്പുറം ഈ അമ്മാമ്മ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ആ കുഞ്ഞിന്റെ മരണശേഷം 25,000 രൂപ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് വെറുതെ ആ പാവം അമ്മാമ്മയെ തേജോവധം ചെയ്യുന്നത്. എന്ത് കണ്ടിട്ടാണ് ഈ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നത്? എനിക്ക് അവിടെ മനസ്സിലാകുന്നില്ല. അല്ലെങ്കിലും ഈ എന്തിനും ഏതിനും നെഗറ്റീവ് കാണുന്ന പരിപാടി ആദ്യം അവസാനിപ്പിക്കണം. നെഗറ്റീവ് പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയുക, അല്ലാണ്ട് എന്തിനും നെഗറ്റീവ് പറയണ എന്തിനാണ്? വളരെ മോശമാണ് ഈ പ്രവണത എന്ന് പറയാതെ വയ്യ. ഇതിപ്പോഴെങ്കിലും ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടൂല, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും അതവിടെ കിടക്കട്ടെ. നമുക്ക് ഇനി മെയിൻ വിഷയത്തിലേക്ക് വരാം. അസ്കറിന്റെ ഉമ്മയുടെ ന്യായീകരണം. എന്റെ മക്കളെ, അതൊരു ഒന്നൊന്നര ന്യായീകരണമാണ്. ഓൾറെഡി നിലവിൽ അസ്കറിന്റെ ഉമ്മ വലിയൊരു വിമർശനം നേരിടുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാണെങ്കിൽ, ഈ അർഷിത മോന്റെ മരണ വാർത്ത കേട്ട സമയത്ത് ഈ അസ്കറിന്റെ ഉമ്മ നേരെ പോയത് ഹോസ്പിറ്റലിലേക്കല്ല, ഈ അസ്കറും അഖിലയും അർഷിതും താമസിച്ച വാടക വീട്ടിലേക്കാണ്. അവിടെ ചെന്ന് ഈ അസ്കറിന്റെ ഉമ്മ ചെയ്ത പരിപാടി എന്താണ്? വീടൊക്കെ തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇട്ടു. പോലീസുകാർ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ പുള്ളിക്കാർ വീട് വൃത്തിയാക്കി ഇട്ടു എന്നുള്ളതാണ്. എന്തിനായിരുന്നു അങ്ങനെ ചെയ്തതെന്ന് ഇപ്പൊ പലരും ചോദിക്കുന്നുണ്ട്. എന്തായാലും ഈ വിമർശനങ്ങളെല്ലാം നേരിടുന്നതിന്റെ ഇടക്കാണ് അസ്കറിന്റെ ഉമ്മ ഇന്നലെ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്നത്. നമ്മൾ എന്തായാലും പുള്ളിക്കാർക്ക് പറയാനുള്ള എന്താണെന്നുള്ളത് കേട്ടോക്കാം. ഈ കൊച്ചിനെ അസ്കറിന്റെ കയ്യിൽ കൊടുക്കാതിരുന്നത് അടിക്കുമെന്ന് അമ്മയ്ക്ക് അറിയാന്നുള്ളതുകൊണ്ടാണ്. ആർക്ക് ഈ അടിക്കുമെന്ന് അറിയാം എങ്കിലും കൊച്ചു കമ്പൊക്കെ വെച്ച് അടിക്കുമ്പോൾ ഞാൻ എൻ്റെ മോനോട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അത് ഇവൻ മാത്രമല്ല അടിക്കണത്, അഖിലയും അടിക്കാറുണ്ട്. ആണോ? നല്ല കാര്യം. അഖിലയും അടിക്കാറുണ്ട് അല്ലേ? ഇവിടെ അഖില അടിക്കാറുണ്ടോ എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചോ? നിങ്ങളോട് ചോദിച്ചെന്താണ്? നിങ്ങളുടെ മകൻ കുഞ്ഞിനെ തല്ലാറുണ്ടോ എന്നുള്ളതല്ല, അതിന് മറുപടി പറഞ്ഞാൽ പോരെ. എന്തിനാണ് അഖിലേന്റെ അടുത്തേക്ക് പോകുന്നത്? ചോദിച്ചതിന് മറുപടി പറയാം, അല്ലാതെ ചോദ്യത്തിന് ഇങ്ങനെ ഡിവേർട്ട് ചെയ്ത് വിടല്ലേ. നൈസായിട്ട് തള്ള മകനെ ന്യായീകരിക്കുകയാണ്. എന്റെ മകൻ മാത്രമല്ല അഖിലയും കുഞ്ഞിനെ ഉപദ്രവിക്കാറുണ്ട് പോലും. നൈസായിട്ട് അഖിലേനെ കൂട്ടുപ്രതി ചേർത്ത് മകനെ രക്ഷിച്ചെടുക്കാനുള്ള പരിപാടിയാണ് തള്ളന്റേതെന്ന് തോന്നുന്നു. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ തള്ളൊരു കാര്യം പറഞ്ഞല്ലോ, കൊച്ചി ചെറിയ കമ്പൊക്കെ വെച്ചിട്ടാണ് ഈ പറഞ്ഞ കുഞ്ഞിനെ അടിക്കാറുള്ളത് എന്നൊക്കെ. അതെങ്ങനെ ശരിയാകും ഉമ്മ? കുഞ്ഞ് മരണപ്പെടുന്ന സമയത്ത് കുഞ്ഞിന് ദേഹത്ത് 90-ലധികം മുറിപ്പാടുകളുണ്ട്. അതെല്ലാം ഈ ചുള്ളിക്കമ്പ് വെച്ച് അടിച്ചു വന്നതാണോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാണ്. എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറഞ്ഞ് ന്യായീകരിക്കല്ലേ. എന്തായാലും ബാക്കിയിട്ട് പറ. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ ഇളിക്ക് താഴോട്ടാണ് അടിക്കുന്നത്. അടിക്കുകയും പിക്കുകയും നുള്ളയും ഒക്കെ ചെയ്യും. നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ഇത് ചെറിയ കമ്പ് പിടിച്ച് അടിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ഒരു മാസത്തിനിടെ കൊച്ചിന് 91 മുറിപ്പാടുകളാണുള്ളത്. അത് ചെറിയ കമ്പ് വെച്ച് അടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതെ, അങ്ങനെ ചോദിക്കുക റിപ്പോർട്ടർ ഏട്ടാ. ഇതിനുള്ള മറുപടി എന്താണെന്ന് നമുക്കൊന്ന് കണ്ടോക്കാം. അങ്ങനെ ഇട്ടാ പറ്റൂലല്ലോ. അത് എനിക്ക് അറിയില്ല മോനെ. ഞാൻ വീട്ടിലല്ലായിരുന്നു നിങ്ങൾ മൂന്നുപേരും? ആ വീട്ടിലെല്ലാം ഉണ്ടായിരുന്ന ആളുകളാണല്ലോ. ആ വീട്ടിൽ സംഭവം തുടങ്ങി ചോറ് വാരി കൊടുത്തപ്പോൾ കൊച്ചു ബഹളം ഉണ്ടാക്കി അടിച്ചു എന്നുള്ളതായിരുന്നു ആദ്യം വന്നത്. പിന്നെ നെഞ്ചിലെ ചവിട്ടായി വാരിയല്ലിൽ വരെ 4 ഒടിവുണ്ട്, 91 മുറിവെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിന്റെ ഭീകരത മനസ്സിലാവും. മോനെ ഞാൻ ആ വീട്ടിലല്ല. ഇവിടെ ആരടുത്ത് തിരക്കാലും അറിയാം. ഞാൻ പെരുന്നാളിൻ്റെ തലേദിവസം ഇവിടുന്ന് പോകുന്നത് കണ്ടവരുണ്ട്. ഈ വീട്ടിലാണ് ഞാൻ സ്ഥിരം താമസിക്കുന്നത്. അല്ലാതെ എൻ്റെ മോളെ കൂടെയും മോൻ്റെ കൂടെയും അല്ല. ഞാൻ വല്ലപ്പോഴാ പോയി അവിടെ നിൽക്കുമേ ഉള്ളൂ. അതേ സംഭവം നടക്കുന്ന അന്ന്, ഈ കുട്ടി മരിക്കുന്നതിന്റെ അന്ന് അവിടെ അഷ്കർ മാത്രം ഉണ്ടായിരുന്നു. അഷ്കറും ഉണ്ടായിരുന്നു. എന്റെ മരുമോൻ പനവൂര് ആംബുലൻസിലായിരുന്നു. അതാണ് തള്ള നൈസായിട്ട് പ്ലേറ്റ് മാറ്റി. ഉത്തരം മുട്ടിയെന്നായപ്പോ ആ കൊച്ചെ എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ ആ സമയത്ത് ആ വീട്ടിലുണ്ടായിരുന്നില്ല, ഞാൻ ആ സമയത്ത് എന്റെ വീട്ടിലായിരുന്നു, എന്റെ മരുമോന് ഞാൻ ഇറച്ചി ചോറുണ്ടാക്കി കൊടുക്കായിരുന്നു, എനിക്ക് എന്താണ് അവിടെ സംഭവിച്ച അറിയില്ല എന്നൊക്കെ. അറിയില്ലെങ്കിൽ മിണ്ടാതിരുന്നാ പോരെ. എന്തിനാണ് ഇങ്ങനെ കൊലപാതകമായിട്ടുള്ള സ്വന്തം മകനെ ന്യായീകരിച്ചിട്ട് ഇങ്ങനെ നാറാ നിൽക്കുന്നത്? കാര്യമായിട്ട് വന്ന് ന്യായീകരിക്കാൻ ഇറങ്ങിയേക്കുവാണ് തള്ള. കഴിഞ്ഞില്ല മക്കളെ, ഇതൊക്കെ പിന്നെയും സഹിക്കാം. മീഡിയ വണ്ണിൽ വന്നിട്ട് ഈ തള്ളന് ഒരു കരച്ചിലുണ്ടോ മോനെ, അതാണ് ഒട്ടും സഹിച്ചുകൂടാത്തത്. നമുക്ക് അതൊന്നും കണ്ടോക്കാം. എനിക്ക് ബലമായ സംശയമുണ്ട്. ഇവൻ ആഹാരം നിർത്തിയിട്ട് ഇവൻ കസേരയിലിരുന്നാണ് വാരി കൊടുക്കുന്നത്. ആ കയ്യിൽ ഒരു ചുള്ളി കമ്പ് കാണും ഇവന്റെ കയ്യിൽ. കാരണം ആ കുട്ടി അങ്ങനെ ആഹാരം കഴിക്കാറില്ല. അപ്പൊ കയ്യിൽ മേശപ്പുറത്ത് ചോറ് വെച്ചിട്ട് കസേരയിൽ കാല് നീട്ടി വെച്ചിട്ട് ഇവന് നിർത്തിക്കൊണ്ട് വാരി കൊടുക്കും. അത് വിരട്ടിയാണ് ഇവൻ വാരി കൊടുക്കുന്നത്. കൊടുത്ത് അങ്ങനെ നിന്നിട്ട് ഇവന് കഴിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ ദേഷ്യം വന്ന് ഇവൻ ചവിട്ടിൽ മറിഞ്ഞ് വിടുന്ന് തീർന്നതാണോ എന്നും എനിക്ക് അറിയാൻ വയ്യ. ബെസ്റ്റ്. ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് കുഞ്ഞിനെ വയറ്റിൽ ചവിട്ടി അല്ലേ? നാണമില്ല തള്ള ഇങ്ങനൊക്കെ പറയുമ്പോ ലേശം ഉളുപ്പ് വേണ്ടേ? ഭക്ഷണം കഴിക്കാത്തപ്പോ ചിലപ്പോ വയറ്റിന് ചവിട്ടി കാണുന്നൊക്കെ. ഇതിനൊക്കെ ഉണ്ടല്ലോ പറഞ്ഞാൽ കൂടി പോകും, യൂട്യൂബ് ആയി പോയി. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ 2 പറഞ്ഞേനെ, ബാക്കി പറഞ്ഞായാലും. എങ്ങനെയാണ് സംഭവിച്ചത്? പക്ഷേ ഇവ ഇങ്ങനെ ചെയ്യുന്നതല്ലേ ഈ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് ഇവ കൊലപാതകയായെന്ന് കേട്ട അതിന് എനിക്കൊരു ഉത്തരമില്ലെങ്കിലും മിണ്ടാതിരുന്നാ പോരെ. എന്തിനാണ് ഇങ്ങനെ അറിയാത്ത കാര്യത്തിന് വന്നിരുന്ന് ന്യായീകരിക്കാൻ നിൽക്കുന്നത്? ബാക്കി പറഞ്ഞായാലും. ഉത്തരവില്ല. കാര്യം എന്റെ മോനെ അങ്ങനെ അല്ലേ ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് എന്തുകൊണ്ട് ഒരാ കുട്ടിയെ കൊല്ലാനുള്ള ഒരു മനസ്സ് വന്നെന്ന് കേട്ടാ എനിക്കറിയില്ല എങ്ങനെ സംഭവിച്ചത്. പാവം തങ്കപ്പെട്ടവനായിരുന്നില്ലേ നിങ്ങളുടെ മോന്? എനിക്ക് തോന്നുന്നത് പെട്ടെന്നൊരു ദിവസം അവന് എന്തോ പിശാചി കയറിയതാവും. അതിലവനെ കുഞ്ഞിനങ്ങ് കൊന്നു പോയതായിരിക്കും അല്ലേ? നിങ്ങളുടെ മകനെ ചെയ്തികളെ കുറിച്ചൊന്നും മിണ്ടല്ലേ തള്ളേ. നിങ്ങളുടെ മകൻ മുമ്പ് എങ്ങനെയായിരുന്നു അത് ഇവിടെ എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ മകൻ മുമ്പ് ഒരുത്തി വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, എന്തോ ആമിന എന്ന് പറയുന്നൊരു പാവം 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ. അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഇവന്റെ ഉപദ്രവം കാരണം, ഇവൻ അവളുടെ തല മതിലിനിട്ട് ഇടിച്ചത് കാരണം അവളിപ്പോ വീൽ ചെയറിലാണ്.
കുട്ടികളാണ്, എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാതെ, ഒന്ന് സംസാരിക്കാൻ പോലും പറ്റാതെ വീൽ ചെയറിൽ ഇരിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ ഒരുത്തിയെ ആക്കിയതിന് ശേഷമാണ് ഇപ്പൊ ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചവരെ ഇല്ലാതാക്കിയത്. എന്നിട്ട് ഈ തള്ള വന്നിരുന്നിട്ട് ന്യായീകരിക്കുകയാണ്, എന്റെ മോൻ പണ്ട് അങ്ങനെ ഒന്നും ആയിരുന്നില്ല, ഇപ്പൊ എന്തുകൊണ്ട് കുഞ്ഞിനെ കൊന്നു എനിക്ക് അറിയില്ല പോലും. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, ബാക്കി പറഞ്ഞായിരുന്നു. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇവ ഈ കൊച്ചിനെ കൊന്നെന്ന് പറയുന്നത് തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഓ പിന്നെ വിശ്വസിക്കാത്ത ഒരാളും ഒറ്റയടിക്ക് ഒരുത്തിയെ വീൽ ചെയറിലാക്കി ഇവനാണോ ഒരു കുഞ്ഞിനെ കൊല്ലാൻ പാട്? ഇവന് പുഷ്പം പോലെ അതൊരു പറ്റും. എന്നിട്ട് തള്ളക്ക് വിശ്വാസം വരുന്നില്ല പോലും. ബാക്കി പറഞ്ഞായിരുന്നു. ഇവ കൊല്ലോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ അടിച്ചടിയിലേറ്റ കുട്ടി വീഴുന്ന തീർന്നു പോയതാണെന്നും എനിക്കറിയില്ല മക്കളെ. എന്റെ മോൻ കൊല്ലൂന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു മനസ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയില്ല പോലെ, എനിക്കറിയില്ല. ദൈവത്തിന് മാത്രമേ അറിയാം. ദൈവത്തിനും അവന് മാത്രമേ അറിയൂ. എന്റെ മോനും ദൈവത്തിന് മാത്രമേ അറിയാം. എനിക്കറിയാം. കൊള്ളാം, നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞ വല്ല സീരിയലായിട്ട് ട്രൈ ചെയ്ത് നോക്കി, ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. കരച്ചിലൊക്കെ വേറെ ലെവലാണ്, ഒന്നും പറയാനില്ല. ഒരു സീരിയൽ ലെവല് കരച്ചിൽ തന്നെയല്ലേ തള്ളൻ്റെത്. എന്റെ വായിലെ പുളിച്ച തെറിയാണ് വരുന്നത്. ഞാനിങ്ങനെ അടക്കി പിടിച്ചാണ് സംസാരിക്കുന്നത്. ബാക്കി പറന്തായാലും അതുപോലെ തന്നെ കൂടുതലും അവൻ ആഹാരം കഴിക്കാതെ വിഷാഹാരം കഴിക്കാറില്ല. ഈ കൊച്ച് നിർബന്ധം പിടിച്ച് കരയും. ചായ അല്ലാതെ വേറെ ഒന്നും കഴിക്കാറുമില്ല. അങ്ങനെ ആഹാരം കഴിക്കാതെ ആകുമ്പോഴത്തേക്ക് ഇവളും അടിക്കാറുണ്ട്. ഇളിക്ക് താഴെ കൊണ്ട് നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇവർ അടിക്കണം. ചുള്ളിക്കമ്പ് ഫ്രണ്ടിൽ ഒരു ചെറിയൊരു മരം നിൽപ്പുണ്ട്, ഒരു പൂത്ത് ഉലങ്ങി കിടക്കുന്ന ഒരു മരം വീട്ടിൻ്റെ ഫ്രണ്ടിൽ. അതിൽ നിന്ന് പൊടിച്ച് കൊണ്ടുവന്നാണ് ഇവർ അടിക്കുന്നത്. രണ്ടുപേരും ഉണ്ട്. പിന്നെ ഇവള് കൊച്ചിനെ ശ്രദ്ധയില്ല. ആ പൈപ്പിൻ്റെ മൂടൽ വെളിയിൽ പൈപ്പുണ്ട്, തുണി നനയ്ക്കുന്ന അലക്കിൻ്റെ കല്ലുണ്ട്. ആ കല്ലിൻ്റെ മീതെ കൊണ്ടുവച്ചാണ് ഇവള് ഈ കൊച്ചിൻ്റെ കൈയൊക്കെ ഒടുങ്ങിയതിന് ശേഷം ഇവള് കഴിവുകയും എടുക്കുകയും ചെയ്യണം. അവിടെ തെക്ക് വടക്കുന്ന ചരക്കി അടിച്ച് ഇവളെ കയ്യിൽ നിന്ന് ബാലൻസ് ഇല്ലാതെ ഈ കൊച്ച് പലതവണ വീഴുന്നിട്ടുണ്ട്. അതിനും ഞാൻ ഇവളെ വഴക്കല്ല പറയണം, മുട്ടം ചീത്തയാണ് ഞാൻ വിളിക്കണം. നീ എന്തിനടി ഇങ്ങനെയൊക്കെ ചെയ്യണത് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് ഞാൻ എന്തിനു ചെയ്തു മമ്മി? അത് എൻ്റെ കയ്യിൽ ബാലൻസ് ഇല്ലാതെ ഇവൻ നിൽക്കൂല. കല്ലിൽ കയറി നിന്ന് ഇവൻ ഇങ്ങനെ മലന്ന് പോണതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ബാലൻസ് ഇല്ലാതെ വിടുന്നു പോയതാണ് എന്നും ഇവൾ എൻ്റെ പറഞ്ഞിട്ട്. ഒരാഴ്ച കഴിഞ്ഞിട്ടും കൊണ്ടുപോകൂലേയിരുന്നു അവള്. കൊണ്ടുപോവാതെ വീട്ടിൽ നിന്നപ്പോൾ ഞാനാണ് പറഞ്ഞത് കൊണ്ടുപോകുമെന്ന് വിളിച്ച് പറഞ്ഞ് അനു എന്ന് പറയുന്ന ആ സ്ത്രീയും ഇവളും കൂടെയാണ് പോയത്. എന്നിട്ട് ഇവള് പരിപാടിക്ക് തമിഴ്നാട്ടിൽ പോണേൻ്റെ അന്ന് ഞാൻ ഇവളെ പറയുകയാണ്, കുഞ്ഞിനെ അവിടെ ആക്കിയിട്ട് പോകരുത്. അപ്പോൾ ഈ കുഞ്ഞിന് പനി ഉണ്ടായിരുന്നു, ഒരാഴ്ച കൊണ്ട് ഈ കുഞ്ഞിന് പനി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയണം, അഖിലെ ആശുപത്രി കൊണ്ടുപോയി കാണിച്ച് മരുന്നെല്ലാം വാങ്ങിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിരുന്നു. അപ്പോൾ ഞാൻ പറയണം, അഖിലെ വീട്ടിൽ നിർത്തിയിട്ട് പോകരുത്, കുഞ്ഞിനെ നീ കൊണ്ടുപോ. ഇത്രയും വയ്യാതെ ഇരിക്കുന്ന കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമുക്ക് ആർക്കും ഒന്നും പറയാൻ ഇല്ല, അപ്പം പറ്റൂല. എനിക്ക് വയസ്സുകാലത്ത് ജയിലിൽ കയറാൻ വയ്യ, ഞാനിവിടെ കാണൂല. അവളേലും ഞാൻ തീർത്ത് പറയുന്നത്, ഞാൻ ഇന്ന് ഒരു ദിവസം നിന്നിട്ട് നാളെ പെരുന്നാൾ കഴിഞ്ഞുകൊണ്ടേ ഞാൻ പോകും. നീ പോയിട്ട് 30-ാം തീയതി പരിപാടിയും കഴിഞ്ഞ് നാട്ടിൽ എത്തുള്ളൂ എന്ന് പറയുന്നു. അതുകൊണ്ട് നീ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ആശുപത്രി കാണിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ എന്ത് ചെയ്ത്, എൻ്റെ മരുമോ അവിടെ നിൽക്കുകയായിരുന്നു. എൻ്റെ മരുമോൻ്റെ ഞാൻ 500 രൂപ വാങ്ങിച്ച് കൊടുത്തിട്ട് ഈ കുട്ടിയെ കൊണ്ട് ആശുപത്രി പോകുമെന്നും പറഞ്ഞ്, ഇവള് പോണേൻ്റെ അന്നത്തുള്ള സംഭവമാണ്, ആശുപത്രി പോകുമെന്നും പറഞ്ഞുകൊണ്ട് ഈ പൈസ വാങ്ങിച്ച് കൊടുത്ത് ഇവൾ ഈ കുട്ടിയെയും ഒരുക്കി എടുത്ത് വേഗം തൂക്കി കയറി പോയതാണ്. പിന്നെ ഇതിനുള്ളിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ ആ പെരുന്നാളിൻ്റെ അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്ന സംഭവമാണ്. പിന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും എനിക്കറിയില്ല. ഓക്കെ, ഇത്രയും പറഞ്ഞു നമ്മൾ കേട്ടു. ഈ സംസാരത്തിൽ എവിടെ പോലും ഈ തള്ള കൊലപാതകയായ സ്വന്തം മകനെ കുറ്റപ്പെടുത്തുന്നത് നമ്മൾ കണ്ടില്ല അല്ലേ? കുറ്റപ്പെടുത്തുന്നത് മൊത്തം ആരാണ്? മരുമകളായിട്ടുള്ള അഖിലയാണ്. എവിടെ പോലും മകനായിട്ടുള്ള അസ്കറിനെ പുള്ളിക്കാരി കുറ്റപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇതൊക്കെ കാണുമ്പോഴാണ് അഖിലയുടെ അമ്മയോട് ഒരു റെസ്പെക്ട് തോന്നി പോകുന്നത്. പുള്ളിക്കാരി ചെയ്തെന്താണ്, കൊച്ചു മരിച്ചു എന്ന് അറിഞ്ഞ ഉടനെ തന്നെ സ്വന്തം മകളെ അങ്ങ് തള്ളി പറഞ്ഞു, എനിക്കിനി ഇങ്ങനെ ഒരു മകളെ വേണ്ട എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. ഞാൻ മരിച്ചാൽ പോലും എന്റെ മകൾ എന്റെ അടുത്തേക്ക് വരരുതെന്ന് അവർ പറഞ്ഞു അല്ലേ? അതാണ് യഥാർത്ഥ അമ്മ എന്ന് പറയുന്നത്. ഇതെന്ത് തനി അമ്മായിമ്മ മെറ്റീരിയൽ തന്നെ. മകനൊരു കുഞ്ഞിനെ കൊന്ന് ജയിലായാൽ അവിടെ പോലും മരുമകളെ കുത്തിയിരുന്ന് കുറ്റം പറയുന്ന ഒരു തള്ള, ഒരു തനി അമ്മായിയമ്മ. വെറുതെ അല്ല മകൻ ഇങ്ങനെ ആയി പോയത്, തള്ളന്റെ അല്ലേ വിത്ത്. എന്തായാലും കഴിഞ്ഞില്ലേ കേട്ടോ. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ പറയുന്ന അസ്കർ അഖിലക്ക് മുമ്പ് ആമിന എന്ന് പറഞ്ഞൊരു 18 വയസ്സുകാരിയെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അവളിപ്പോ അസ്കറിന്റെ ഉപദ്രവം കാരണം വീൽ ചെയറിലാണെന്നുള്ളത്. ഈ അർഷിദ് മോന് മരിച്ച സാഹചര്യത്തിൽ ഈ പറയുന്ന ആമിനിന്റെ ഉമ്മ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ പലരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അത് വൻ വൈറലായിരുന്നു. അപ്പൊ അന്നേരം ഈ ആമിനിന്റെ ഉമ്മ പറഞ്ഞ എന്താണ്, ഈ തള്ളയുടെ ഒത്താശയോട് കൂടിയാണ് അസ്കർ തന്റെ മകളെ ഉപദ്രവിച്ചത് എന്നുള്ളതാണ് അല്ലെ? അതിനെ കുറിച്ച് റിപ്പോർട്ടർ TV ഈ തള്ളയോട് ചോദിക്കുന്നുണ്ട്. അന്നേരമുള്ള തള്ളയുടെ മറുപടി നമുക്ക് കണ്ടോക്കാം. ഈ ആദ്യ ഭാര്യ, അതായത് അസ്കറിന്റെ ആദ്യ ഭാര്യ ഇതേപോലെ ക്രൂരമായി മർദ്ദിച്ച് കോമയിലേക്ക് ആക്കിയിട്ടുണ്ടല്ലോ, അവർ പറയുന്നത് നിങ്ങൾക്ക് അതിൽ പങ്കുണ്ടെന്നൊക്കെയാണ്. അതിനോട് എന്താ പറയാനുള്ളത്? ഈ അസ്കർ ഇത്തരത്തിൽ എല്ലാവരും മർദ്ദിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണെന്ന് പോലീസും പറയുന്നുണ്ട്. അത് എനിക്ക് പറയാൻ, എൻ്റെ കൂടെ നിന്നപ്പോൾ എനിക്കറിയില്ല. ഈ നാട്ടിലായിരുന്നു അവൻ.
ഈ നാട്ടിൽ കല്യാണം കഴിയുന്നവർ ഇവനെ കുറിച്ച് ഇവിടെ തിരക്കിയാൽ ഇപ്പം എങ്ങനത്തെ അവസ്ഥയാണ് പറയണതെന്ന് അറിയില്ല. അവൻ കല്യാണത്തിന് മുമ്പേ ഇവിടെ നല്ലതുപോലെയായിരുന്നു പോയിരുന്നതും, വിളമ്പിനും എല്ലാത്തിനും പോയി പത്രം ഇടാനും എല്ലാത്തിനും നല്ല കുട്ടിയായിട്ടായിരുന്നു നിന്നത്. ഇപ്പം ഇവങ്ങനെ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്നിട്ട് ഇവൻ സ്വയബോധത്തോടെയാണോ അത് ചെയ്യുന്നത്, അതാ ഇവന് മാനസികമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും എനിക്ക് അറിയില്ല. പക്ഷേ ഒരു അന്ന് കല്യാണം കഴിക്കുമ്പോൾ ആ കൊച്ചിന് 18 വയസ്സെന്തോ തികഞ്ഞേ ഉള്ളൂ. ആ സമയത്ത് ആ കുട്ടിയെ തല ഭിത്തിയിൽ വെച്ച് ഇടിക്കുന്നു, 2 ചെവിയും പൊത്തി അടിക്കുന്നു, നിർബന്ധിച്ച് വിഷം കൊടുക്കുന്നു. ഇതൊക്കെ നിങ്ങൾ ആ വീട്ടിലുണ്ടപ്പോൾ കാണാറില്ല? ആ വീട്ടിലല്ല ഞാൻ. അവർ ആദ്യം കല്യാണം കഴിഞ്ഞതും അല്ല. ഞങ്ങൾ പോയി ഈ കൊച്ചിനെ ഇവളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഈ അവൻ്റെ വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവരാദ്യം കല്യാണം കഴിച്ച് തരൂല, മോനെ പ്രായം കൂടിയവരായിപ്പോയി, അവനിക്ക് വീടില്ല എന്നൊക്കെ ആയിരുന്നു ആദ്യത്തെ പ്രശ്നം അവർക്ക്. അഷ്കർ ഇത്തരത്തിൽ ശാരീരികമായി ബാക്കിയുള്ളവർ ഉപദ്രവിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ വിലക്ക് ഒന്നും ചെയ്തിട്ടില്ല. ആദ്യത്തെ ഭാര്യയ്ക്ക് ഇങ്ങനെ സംഭവം ഉണ്ടായി. ഇപ്പോൾ ഈ കുഞ്ഞിന് 91 മുറിവ് പെട്ടെന്ന് ഒരു മാസം കൊണ്ട് ഉണ്ടായതാണ്, 1.5-2 മാസത്തിനിടയിൽ ഉണ്ടായതാണ്. ഈ സമയത്തൊന്നും നിങ്ങൾ അറിയുന്നില്ല ഇത്തരത്തിൽ ഈ അഷ്കർ ഈ കൊച്ചിനെ അടിക്കാറുണ്ടെന്നും ആദ്യ ഭാര്യയ്ക്ക് ഇങ്ങനെ സംഭവിച്ചൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല? ആദ്യ ഭാര്യയ്ക്ക് ഇങ്ങനെ അടിക്കും എന്നുള്ളത് എനിക്കറിയില്ല. അയൽവക്കക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളവിടെ പോവാറില്ല. ആരുടെ തിരക്കിയാലും പറയാം. ഇവർ 2 വീട് മാറി താമസിച്ചിട്ടുണ്ട്. ഞാൻ പോയിട്ടില്ല. ഒരു ദിവസം ഞാൻ ഇതേപോലെ ഇവളെ മോനുമായിട്ട് അടികൂടി അവളെ വീട്ടിൽ പോയി നിന്ന്, പാലോട് പോയി നിന്ന്, ആ കൊച്ചു നിന്നിട്ട് തിരിച്ചു വന്നതായ സമയത്ത് ഞാൻ അവിടെ പോയി. എൻ്റെ 2 തുണികളൊക്കെ വാരിക്കെട്ടി ഞാൻ അവിടെ പോയിട്ട് 2 ദിവസം നിൽക്കാമെന്ന് പറഞ്ഞ് പോയപ്പം ഞാൻ കട്ടിലിൽ കിടക്കുകയായിരുന്നു. നീ പിന്നും വന്നാ ഇവിടെ സമാധാനം തരാതെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവളെൻ്റെ ശരീരത്തിൽ മണ്ണെണ്ണ ഒഴിച്ച് എന്നെ കത്തിക്കാൻ വരെ ഒരുങ്ങി. ആ പെറ്റീഷൻ ഞാൻ നെടുമങ്ങാട് സ്റ്റേഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി അവിടെ തിരക്കുന്നുണ്ട്. നേരെ നെടുമങ്ങാട് സ്റ്റേഷനിൽ പോയപ്പോൾ അവരെൻ്റെ ശരീരത്തിലെ മണ്ണെണ്ണയും നാറ്റവും എല്ലാം കണ്ട് നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ വിട്ട് അവിടെ നിന്നാണ് ഡോക്ടർ എന്നെ നോക്കിയിട്ട് മോളടുത്ത് പറഞ്ഞ് എന്തെങ്കിലും വന്നെന്ന് കേട്ടപ്പം മോള് ഓട്ടോയിലാണ് വന്നതെന്ന് പറഞ്ഞ് ഇവരെ കൊണ്ടുപോയി ശരീരം മുഴുവനും കഴുകി വൃത്തിയാക്കി ഇവർക്ക് വേറെ ഡ്രസ്സും വാങ്ങിച്ച് കൊടുത്ത് വേണം കൊണ്ടുപോകാനെന്നും പറഞ്ഞ് എന്നെ രാത്രി എൻ്റെ മരുമോളും എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ട്. അതിൽ പങ്ക് എൻ്റെ മോൻ നോക്കിക്കൊണ്ടുവരെ ഇരുന്ന്. എൻ്റെ മോനും അതിനൊരു പങ്കുണ്ടായിരുന്നു. എൻ്റെ മോൻ നോക്കിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് എനിക്ക് ബാക്കിയുള്ള കാര്യം അറിയില്ല. ഇവരെന്താ വിക്ടിം കാർഡ് ഇറക്കി കളിക്കുകയാണോ എന്നെ അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ഈ അസ്കറിന്റെ ആദ്യ ഭാര്യയുടെ ഉമ്മ പറയുന്നു അസ്കറിന്റെ ഉമ്മയും കൂടി തന്റെ മകളെ ഉപദ്രവിച്ചു, അവളെ നടക്കാൻ പോലും പറ്റാത്ത, ഒന്നും മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ആക്കി എന്നുള്ളത്. അതിനെക്കുറിച്ച് ഈ തള്ളയോട് ചോദിക്കുമ്പോൾ ഈ തള്ള പറയുന്നു ആ മരുമകൾ എന്നെ ഉപദ്രവിക്കാൻ നോക്കിയിരുന്നു, മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ നോക്കിയിരുന്നു എന്നൊക്കെ. ഇതെന്താ ബിഗ് ബോസോ അല്ല അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഇവർക്ക് കൃത്യമായിട്ട് മറുപടി ഇല്ല. ഒക്കെ ഒരു ഉരുണ്ട് കളിയാണ് അല്ലേ. എന്തായാലും ഇവരുടെ സംസാരത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഇവരൊക്കെ മരുമക്കളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തെന്നുള്ളത്. കഴിഞ്ഞില്ലേ കേട്ടോ. ഇനി ഇത് കഴിഞ്ഞ ഇവരൊരു മുട്ട കോമഡി പറയുന്നുണ്ട്. നൂറ്റാണ്ടിലെ തന്നെ കോമഡിയാണത്. അതൊന്ന് കേട്ടോക്ക. അവസാനമായിട്ടൊരു ചോദ്യം കൂടി ചോദിച്ചു. അഷ്കറിന്റെ ഈ ഒരു പ്രവൃത്തിയെ നിങ്ങൾ എങ്ങനെ കാണുന്നത്? ഈ കുട്ടിയെ മർദ്ദിക്കുന്നതും ഭാര്യയെ മർദ്ദിച്ചതും ഒരു കൊലപാതകത്തിലേക്ക് എത്തിയത് വരെ നിങ്ങൾ അതിനെങ്ങനെ കാണും? അത് അവൻ ചെയ്തത് തെറ്റ് തന്നെ ഞാൻ പറയുന്നുണ്ട്. അവൻ അങ്ങനെ ചെയ്തത് തെറ്റ് തന്നെ, അത് തെറ്റല്ലാതെ ഞാൻ ഒരിക്കലും പറയില്ല. പിന്നെ മൂത്ത ഭാര്യയെന്ന് പറയുന്ന ആ കൊച്ചിന് ബ്രെയിൻ ട്യൂമറായിരുന്നു. അത് നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചാന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ അന്വേഷിച്ച് നമ്മൾ ആ മെഡിക്കൽ കോളേജ് ചികിത്സയിലുള്ള സ്ഥലത്തും പോയിട്ടുണ്ട്. കുട്ടിയെ തല വെച്ചിടിച്ച കോമയിലേക്ക് പോയതെന്നാണ് ഡോക്ടർമാരടക്കം പറയുന്നത്. പിന്നെ ബ്രെയിൻ ട്യൂമർ ആണ് എന്നുള്ള കാര്യം എങ്ങനെയാണ്? ബ്രെയിൻ ട്യൂമറായിരുന്നു ആ കുട്ടിക്ക്. അറിയാമെന്നുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴും അവർ ഇതിൽ കൂടെ സുഖയില്ല, ക്യാൻസർ പേഷ്യൻ്റാണെന്നും പറഞ്ഞ് അവർ സഹായത്തിന് വേണ്ടി അവർ ഒരുപാട് സഹായങ്ങളും. അങ്ങനെ ഇല്ലെങ്കിൽ എങ്ങനെയാണ് മോനെ പൈസ ഇങ്ങനെ സഹായത്തിന് വേണ്ടി പത്രത്തിലും ഇതിലൊക്കെ എങ്ങനെ കൊടുക്കുന്നു? ഡോക്ടർമാരടക്കം മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നു മതിലിൽ തല വെച്ചിടിച്ചതിന് സെറിബെല്ലം തകർന്നത് കൊണ്ടാണ് അവർ കോമ സ്റ്റേജിലായത്, ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ആയതെന്ന്. പക്ഷേ ഈ തള്ള പറയുന്നു അവർക്ക് ബ്രെയിൻ ട്യൂമർ ആണെന്നുള്ളത്. ആർക്ക്? അസ്കറിന്റെ ആദ്യ ഭാര്യക്ക്. ഇവിടെ റിപ്പോർട്ടർ ആവർത്തിച്ച് ചോദിച്ചിട്ടും ഇവര് തന്നെയാണ് പറയുന്നത് അല്ലേ അവൾക്ക് ബ്രെയിൻ ട്യൂമർ ആണെന്നുള്ള രീതിയിൽ. ഡോക്ടർമാരെക്കാളും അറിവാണ് ഈ തള്ളക്കെന്ന് തോന്നുന്നു. വല്ലാത്തൊരു തള്ള ഇഷ്ടം. മകനും കണക്കന്നെ തള്ളയും കണക്കന്നെ. വെറുതെ അല്ല മകൻ ഇങ്ങനെ ആയി പോയത്. എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.